ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് 2 ബട്ടൺ കോയിലിനെ വാങ്ങി. നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ നമ്മുടെ കിളിക്കൂട്ടിലേക്ക് 2 ഫിഞ്ചസിനെ വാങ്ങാൻ പോവാണ്. അപ്പോൾ ഏത് തരം ഫിഞ്ചസിനെ വാങ്ങണമെന്നിങ്ങനെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ജാവ ഫിഞ്ചിനെ വാങ്ങണമെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തായിരുന്നു. ജാവ ഇതിലിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇലയൊക്കെ കൊത്തിപ്പറിക്കാനും പിന്നെ നമ്മുടെ മറ്റേ ഫിഞ്ചസിൻ്റെയൊക്കെ കൂടൊക്കെ കൊത്തിപ്പറിക്കാൻ ചാൻസ് ഉണ്ട് എന്നിങ്ങനെ പറഞ്ഞു. പിന്നെ ഞാൻ ഏത് ഫിഞ്ചസിനെ വാങ്ങുമെന്ന് ഇങ്ങനെ ചിന്തിച്ച് അവസാനം ഒരെണ്ണത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അവരെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അവരിങ്ങ് എത്താൻ വേണ്ടി ഏകദേശം രാത്രി 8 മണിയൊക്കെ ആവും. വെറൈറ്റി ആയിട്ടുള്ള 2 ഫിഞ്ചസാണ്. അപ്പോൾ അവർ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ കിളിക്കൂടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. നമ്മുടെ കാടക്കോഴികളൊക്കെ നല്ല ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക. അത് നോക്കി നല്ല വേറെ ആളിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിളിക്കൂടിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്കിപ്പോൾ ഒന്ന് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കിളിക്കൂടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്. വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ പിന്നെ കുറച്ച് പുതിയ ചെടികളൊക്കെ ഇങ്ങനെ കൊണ്ട് നട്ടിട്ടുണ്ട്. അല്ലാതെ മറ്റ് മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ നമ്മുടെ ഫിഞ്ചസിൻ്റെ കൂടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലിരിക്കുകയാണ്. ഇപ്പോൾ അവർ ഒരാൾ കൂടെല്ലാം നല്ല രീതിയിൽ പണിഞ്ഞു കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബംഗാൾ ഫിഞ്ചസിൻ്റെ കൂടാണ് ഈ കൂട്. അവർ കൂടൊക്കെ ഉണ്ടാക്കി ഇത്രയും രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു കമ്പിയിലൊക്കെ സപ്പോർട്ടൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു കമ്പിയിൽ. പിന്നെ നമ്മുടെ മറ്റേ ഫിഞ്ചസിൻ്റെ കൂട് അവർ ഇത്രയും രീതിയിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. തകർത്ത് പണി നടക്കുകയാണ്. അപ്പോൾ അവരിതുവരെ മുട്ടയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ആ പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ടായിരിക്കും അവർ മുട്ടയൊക്കെ ഇടാൻ പോകുന്നത്. അപ്പോൾ കാടക്കുഞ്ഞുങ്ങൾ ഈ ഒരു ഇത്രയുണ്ട്. ഇപ്പോൾ നമ്മൾ 10 ആയിരുന്നു വാങ്ങിയത്. അപ്പോൾ 4 ആയിരുന്നു ആദ്യമേ ഞാൻ ഇട്ടിരുന്നത്. അപ്പോൾ 6 ഞാൻ വേറെ മാറ്റിയിട്ടിരുന്നതായിരുന്നു. അപ്പോൾ അതിനകത്തുനിന്ന് എനിക്കൊന്ന് ചൂട് കാരണമാണെന്ന് തോന്നി ഇതിൻ്റെ ഇങ്ങനെ തൂവലൊക്കെ ഇങ്ങനെ കുറേ പൊഴിഞ്ഞു പോയി. പിന്നെ ഞാൻ അവരെയും ഇതിനകത്തോട്ടങ്ങ് മാറ്റി. അപ്പോൾ അവരെ ഞാൻ വേറൊരു കൂട്ടുകാരനായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ പുള്ളി വന്ന് വാങ്ങിയില്ല. അതുകൊണ്ട് പിന്നെ അവരെ ഇതിനകത്തോട്ട് ഇട്ടേക്കുവാണ്. അവരുടെ കളറൊക്കെ ഞാൻ ഇങ്ങനെ മാറി വരുന്നുണ്ട്. നല്ല രസമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കിളിക്കൂടിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. നമ്മളിവിടെ നട്ടുവെച്ചിരുന്ന പേൾ ഗ്രാസ് മൊത്തം ഇവർ കൊത്തിപ്പറിച്ച് കളഞ്ഞു. കാരണം അത് ചെറിയ നാമ്പുകൾ വന്നപ്പോഴത്തേന് ഇവരെല്ലാം അത് കൊത്തി തിന്നുമായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് നടണം. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ പുതിയ ആൾക്കാരെ കൊണ്ടുവരാൻ വേണ്ടി പോവാം. അങ്ങനെ നമ്മുടെ പുതിയ ആൾക്കാരെ കിട്ടിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഇവരെ കൊണ്ട് വീട്ടിലോട്ട് പോകാം. നമുക്ക് നാളെ രാവിലെ ഇവരെ നമ്മുടെ കൂട്ടിലോട്ട് കൊണ്ടിടാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ ഫിഞ്ചസ് വന്നിരിക്കുകയാണ്. നമ്മുടെ ഫിഞ്ചസ് ഇതിനകത്തുണ്ട്. അപ്പോൾ ഇവരെ ഞാൻ ഇതിനകത്തോട്ട് ഇടണം എന്നിങ്ങനെ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ കുറച്ച് ഡേഞ്ചറാണ്. കാരണം ഇവർ ഇച്ചിരിയേ ഉള്ളൂ, കുഞ്ഞുങ്ങളാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ആദ്യത്തെ കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു കൂട്ടിനകത്തോട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഇവർ ഇതുവഴി ഇറങ്ങിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഒരു സൈസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇതിനകത്തോട്ട് ഇറങ്ങിപ്പോകാൻ ചാൻസ്. ഇവർ ഏതാണെന്നുള്ള കാര്യം ഞങ്ങളെ കാണിച്ചു തരാം. സർപ്രൈസ് സിറ്റി. ഈ കൂട്ടിലോട്ടാണ് നമ്മുടെ പുതിയ ആൾക്കാരെ ഇടാൻ പോകുന്നത്. അപ്പോൾ അവരെ നിങ്ങൾ കാണാൻ പോവാണ്. ആൾക്കാരെ കാണാൻ വേണ്ടിയാണ് ഇവർ. ഇത് വാങ്ങിച്ച എവിടെ നിന്നുള്ള പുള്ളിയുടെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങളപ്പോൾ അതിനകത്ത് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ എക്സോട്ടിക് ഫിഞ്ചസിനെയൊക്കെ വേണം പുള്ളിയെ സമീപിച്ചാൽ മതി. പുള്ളിയുടെ യൂട്യൂബ് ചാനലുണ്ട്. ഒരാളെ പിടിച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഇച്ചിരിയുള്ളൂ കേട്ടോ, ഇച്ചിരിയുള്ളൂ കേട്ടോ. അയ്യോ, കുഞ്ഞിതാണ് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും ഭയങ്കര കുഞ്ഞിതാണ്. അവർ നമുക്ക് കൂട്ടിലോട്ട് ഇടാന്നുണ്ട്. അയ്യോ, ഒരു പാറി നടക്കും കേട്ടോ. ഒരു നല്ലൊരു പറക്കുന്ന ആൾക്കാരാണ്. അടുത്ത ആളെ കൂടെ പിടിക്കാം. അടുത്ത ആളെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗൈസ്. എനിക്കൊരു പേടിയുണ്ട് ഇതിനകത്ത്. നമ്മുടെ പുതിയ ആൾക്കാർ ഇവരാണ്. ഇവരുടെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ബ്രസ്റ്റഡ് വാക്സ് ബിൽ ഫിഞ്ച് എന്നാണ്. ഇവർ കുഞ്ഞുങ്ങളാണ്. കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ ഇവരുടെ യഥാർത്ഥ നിറമൊക്കെ തെളിഞ്ഞു വരത്തുള്ളൂ. ഏകദേശം ഈ ഒരു രീതിയിലിരിക്കും. ഇതിൻ്റെ നെഞ്ച് ഭാഗത്തൊക്കെ നല്ല ഓറഞ്ച് കളറായിരിക്കും. മെയിലിൻ്റെ കണ്ണിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ചുമന്നൊരു ലൈനൊക്കെ ഉണ്ടായിരിക്കും.
നല്ല ഭംഗിയായിരിക്കും ഇവരെ കാണാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഈ കൂട്ടിലൂടെ ആകുമ്പോഴത്തേനും നല്ല രസമായിരിക്കും കാണാൻ. അതുകൊണ്ടാണ് ഞാൻ ആഗ്രഹിച്ചിങ്ങനെ മേടിച്ചതാണ്. ഇതിൻ്റെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം 5000 രൂപ ആയിട്ടുണ്ട് പെയറിന്. ഇത് അഡൽട്ട് ആകുമ്പോൾ ഏകദേശം 8000 രൂപയായിരിക്കും ഇതിൻ്റെ പെയറിന് വരുന്നത്. ഇപ്പോൾ ഇവർ ഇത്രയും ചെറുതാണെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത്രയും ചെറുതായതുകൊണ്ട് ഇപ്പം നമുക്കിതിനകത്ത് തുറന്നു വിടാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിനകത്തോട്ട് തുറന്നു വിടാം. വാക്സ്ബിൽ വെറൈറ്റിയിലുള്ളൊരു ഫിഞ്ചാണ്. ആഫ്രിക്കയാണ് ഇവരുടെ ഒരു സ്വദേശം. പിന്നെ നല്ലൊരു ഇമ്മ്യൂണിറ്റി ഉള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് കെയർ കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഉടനെ തന്നെ ഇവരെ തുറന്നു വിടാം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പിന്നെ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ ഇനിയും നിങ്ങൾക്ക് ഇഷ്ടമാണ്, കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. അപ്പോൾ